എത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റവുമായിട്ടാണ്. ഉണക്കമീൻ അച്ചാറാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. അതിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എല്ലാം റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഈ അച്ചാർ ഇടുവാനായിട്ട് വേണ്ടത് ഉണക്ക തുണ്ടൻ കഷ്ണമീനാണ്. ഇതുപോലെ എല്ലില്ലാത്ത തുണ്ടൻ കഷ്ണമീനാണ് അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മുളക് പൊടിയൊക്കെ പുരട്ടി കുറച്ച് സമയം വെക്കണം. അതുപോലെ തന്നെ ഇത് വെളിച്ചെണ്ണയാണ്. നമുക്ക് ഈ അച്ചാർ ഇടുവാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല. ഏത് എണ്ണയായാലും നമുക്ക് യൂസ് ചെയ്യാം. നല്ലെണ്ണയോ സൺഫ്ലവറോ ഏത് എണ്ണയായാലും മതി. അടുത്തത് വെളുത്തുള്ളി, ഇഞ്ചി, ഉലുവ വറുത്ത് പൊടിച്ചത്, കടുക്, മുളക് പൊടി, കായം, കറിവേപ്പില, പിന്നെ വിനാഗിരി. ഇനി നമുക്കിത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മളിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴുകി വാരി നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുരട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴുകി വാരി മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഈ ഒരു വലിപ്പത്തിനായിരിക്കണം നമ്മൾ മീനെ കഷ്ണമാക്കേണ്ടത്. ഇതിനേക്കാൾ ചെറുതാക്കാം. ചെറുതാക്കിയാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വറുത്ത് കോരേണ്ടതായിട്ടുണ്ട്. വറുത്ത് കോരുമ്പോൾ ഒന്നുകൂടെ ചെറുതായി പോകും. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലായിരിക്കും നന്നാവുക. ഇനി നമുക്ക് ഇതിനകത്ത് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പറ്റി നമുക്കൊരു കുറച്ച് സമയം നമുക്ക് ഈ മീൻ കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് ഇത് ഇരിക്കുന്നത് നല്ലതാണ്. ആ മീനിലേക്ക് ഈ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചിരിക്കാനുള്ളൊരു സമയം കിട്ടും. അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കരിഞ്ഞ് പിടിക്കാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതിനാണ് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കിന് മീനൊക്കെ ഒന്ന് മറിച്ചൊന്നിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് മുഴുവൻ മീനിട്ട് വറുത്ത് കോരാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഈ വറുക്കുന്ന എണ്ണ നമുക്ക് ഊറ്റിയെടുത്ത് അതിൻ്റെ മട്ട് മാറ്റിയതിന് ശേഷം ഇതേ എണ്ണയിൽ തന്നെ ബാക്കി വന്ന മീനും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഊറ്റിയ എണ്ണയിൽ ബാക്കി വന്ന മീൻ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കിനും വേണം നമുക്ക് മീൻ കോരിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പിടിക്കും. വറുത്ത് കോരിയ മീനാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന അച്ചാറിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ വറുത്ത് കോരിയ എണ്ണ തന്നെയാണ് നമ്മൾ ഇതിനായിട്ടും എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഈ കൂടേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നമ്മളൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും വേണം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അച്ചാർ ഇടുവാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ചേരുവകളാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും ഒക്കെ മീൻ എത്രയാണോ അളവ് അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം എടുക്കേണ്ടത്. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മൂത്തോട്ടെ. കണ്ടോ, ഏകദേശം മൂത്ത് വരുന്നുണ്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മുളകും കൂടി ഇട്ടിട്ട് വറുത്ത് കോരി വെച്ച് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. മീനിട്ടതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് ഈ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മീനിലൊന്ന് പിടിച്ചോട്ടെ. അവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് യോജിപ്പിക്കുക. നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പം വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം തൊടാനേ പാടില്ല. വിനാഗിരിയാണ് ഒഴിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വിനാഗിരി നമ്മൾ ചേർത്തോണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ സാധാരണ പച്ചമീനൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇടുന്നത് ഉണക്കമീൻ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. തിളച്ച് വന്നിട്ടുണ്ട്. ഇതാക്കണ്ടോ, അത് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് ഒഴിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കൂടെ നമുക്ക് ലേശം ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പം കുറച്ച് കായം കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയത് നല്ല റെഡി ആയിട്ടുണ്ട്. വിനാഗിരിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അച്ചാർ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ പുതിയൊരു ഐറ്റവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും.